കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുന്ന മാനന്തവാടി രൂപതയിലെ സെയിന്റ് ജോർജ് ചർച്ച് പൂളപ്പാടം ഇടവകാംഗങ്ങളായ കൊച്ചുപറമ്പിൽ ജോബിയുടെയും പ്രജിതയുടെയും 6 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ 8 മക്കളിൽ 2 പേര് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ഈശോയുടെ അടുത്താണ്. ഒരുപക്ഷെ അന്ന് അത് സിസേറിയനായി നടന്നിരുന്നുവെങ്കിൽ പിന്നീട് മക്കളെ സ്വീകരിക്കുന്നതിന് വൈദ്യശാസ്ത്രം ഞങ്ങളെ തടസ്സപ്പെടുത്തിയാണ്. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം എൻ്റെ കൂടെ ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മറ്റമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അതൊരു ചെറിയൊരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ നടത്താറുണ്ട്. മക്കളെ സ്വീകരിക്കാൻ ഞങ്ങളെപ്പോഴും തയ്യാറാണ്. കർത്താവ് അത് കൃത്യസമയത്ത് തന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഒരു സന്തോഷം, അത് പുതിയ ഭാഷയിൽ പറഞ്ഞ വേറൊരു വൈബാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബി ജോർജ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പോത്തുകല്ല് പാതാറിൽ താമസിക്കുന്നു. വീട്ടിൽ അമ്മ, ചേഷ്ടന്മാർ 2 പേര്. ഞാൻ ചെറുപ്പം മുതലേ കത്തോലിക്ക സഭയോടും വിശ്വാസത്തോടുമൊക്കെ ചേർന്ന് ജീവിച്ചു പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലും അടുത്തുള്ള പാരലൽ കോളേജിലും ഒക്കെ ആയിട്ട് പ്രീ ഡിഗ്രി വരെ പഠനം പൂർത്തിയാക്കി. ഒരുപക്ഷെ 2009 വരെയൊക്കെ കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൽ ചേർന്ന് പോയിരുന്നു. അതിനൊക്കെ ശേഷം പഠനശേഷവും ജോലിയൊക്കെ ആയിട്ട് പെയിൻറ്റിങ് ജോലിയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഒരു 10-25 വയസ്സൊക്കെ ശേഷം വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്ന സമയത്ത് പല വിവാഹ ആലോചനകളും ഒരു പെയിൻറ്റർ ജോലി എന്ന നിലയിൽ വിവാഹങ്ങളൊന്നും മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഒരു പുനരാലോചന വന്നതും അരുണാചൽ പ്രദേശിൽ മുൻപുണ്ടായിരുന്ന ഒരു ഓഫർ, ഒരു അധ്യാപക ജോലിയിലേക്ക് ഉള്ള ആത്മവിശ്വാസവും ഉള്ള കഴിവുകളും ഉപയോഗിച്ച് അധ്യാപക ജോലി തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ 2012 അരുണാചൽ പ്രദേശിലെ ഒരു സാധാരണ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലിയിൽ പോകുന്നത്. ഞാനിങ്ങനെ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ആ സമയത്ത് തൊഴിലുറപ്പിൽ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ചേച്ചി ഒരു പെണ്ണുണ്ട് പഞ്ചായത്തിൽ ജോലിയാണ്, നമുക്ക് ആലോചിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അവനപ്പോൾ അന്ന് അരുണാചൽ പ്രദേശിൽ ജോലിക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ആലോചിച്ച് നമുക്ക് പറ്റുവാണെങ്കിൽ നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ആലോചന പറഞ്ഞു. ഞങ്ങൾ പിന്നെ അടുത്തുള്ളൊരു MA ജോസ് എന്നും പറഞ്ഞൊരു സഹോദരനായിട്ട് സംസാരിച്ചു. അവനും പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി, നമുക്ക് ആലോചിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അവനും അങ്ങനെ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ മോനെ വിളിച്ച് പറഞ്ഞു. അവനപ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് അരുണാചൽ പ്രദേശിൽ നിന്ന് ഡിസംബറിലോ ഞാൻ തോന്നുന്നു നവംബറിൽ കണ്ട് വന്നു. ക്രിസ്മസ് വെക്കേഷൻ ഒരു 10 ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ വരികയും പെണ്ണുകാണൽ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ടായി. എല്ലാം വളരെ പെട്ടെന്ന് കർത്താവ് ക്രമീകരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പ്രജിത. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ എടക്കര പഞ്ചായത്തിനടുത്താണ്. ഞാൻ മുപ്പിനി സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ഇടവകയിലെ അംഗമാണ്. ഒരു ഒക്ടോബർ മാസത്തിൽ മമ്മിയാണ് എന്നെ ആദ്യമായിട്ട് പഞ്ചായത്തിൽ കാണാനായിട്ട് വരുന്നത്. അതിനുശേഷം വീട്ടിൽ സംസാരിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും വീട്ടിലും അമ്മയും അപ്പനും എല്ലാവരും ഒരു എന്നെ വിവാഹത്തിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു നല്ലൊരു ആലോചന തമ്പുരാൻ കൊണ്ട് തരുന്നുള്ളത്. മാർച്ചിലാണ് പിന്നീട് ആനുവൽ ലീവ് വരുന്നത്. അങ്ങനെ മാർച്ച് മാസത്തേക്ക് വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും പിന്നീട് ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ ആരംഭിക്കുന്നു. സംസാരങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളും ഒക്കെ പങ്കുവെച്ച് 2-3 മാസത്തെ ഇടവേളകളിൽ എല്ലാം വളരെ നന്നായി സംസാരിച്ച് ഒരു വ്യക്തിബന്ധം ഹൃദയത്തിൽ രൂപീകരിച്ചാണ് വിവാഹത്തിന് ഒരുങ്ങുന്നത്. 3 മാസത്തെ സമയം വളരെ നന്നായി സംസാരിക്കുന്നതിനൊക്കെ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയങ്ങളെല്ലാം കർത്താവിനോട് ചേർന്ന് വളരെ നല്ലൊരു കുടുംബജീവിതം, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രാർത്ഥന ഞങ്ങളുടെ 2 പേരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് നല്ലൊരു ജീവിത പങ്കാളിയിലേക്ക് തമ്പുരാൻ എത്തിച്ചു. അതൊരു വലിയ അനുഗ്രഹമായി തന്നെ കാണുന്നു. ദൈവത്തിന് സ്തുതി. 2013 ഏപ്രിൽ 13 ഞങ്ങൾ വിവാഹിതരാകുന്നത്. ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കും
ഒരുക്കത്തിന് ശേഷം വിവാഹിതരാകുമ്പോൾ എൻ്റെ ജീവിതത്തിനും എൻ്റെ പ്രത്യേകതകൾക്കും ചേർന്ന ഒരു ഇണയെ കർത്താവ് തന്നു എന്ന് എനിക്ക് ഇപ്പോൾ 100% ബോധ്യമുണ്ട്. ഈ കഴിഞ്ഞ 11 വർഷങ്ങളുടെ ജീവിതങ്ങൾക്കിടയിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ധാരാളം കഷ്ടതകളും കടന്നു വന്നപ്പോഴും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും താങ്ങും തണലുമായി പിന്തുണയായി കൂടെ നിന്ന പ്രിയപ്പെട്ടവൾ, ഇനിയും അങ്ങോട്ട് കാരുണ്യവാനായ കർത്താവിൽ ആശ്രയിച്ച് ധാരാളം വർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കണമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. വിവാഹത്തിൻ്റെ ആദ്യനാളുകളിൽ മക്കളെക്കുറിച്ചുള്ള ചിന്തകളും വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവയ്ക്കുന്ന സമയങ്ങളിൽ കൂടുതൽ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് കർത്താവ് തരുന്ന അത്രയും മക്കളെ കൈനീട്ടി സ്വീകരിക്കാമെന്ന്. വിവാഹത്തിന് ശേഷം 2015 ജൂൺ മാസത്തിൽ ജൂൺ 15 എഫാത്ത മിനിസ്ട്രീസിൽ ഒരു ആത്മീയ ശുശ്രൂഷയുടെ മേഖലയിൽ തുടങ്ങുവാനായിട്ട് കർത്താവ് കരുണ കാണിച്ചു. പതിമൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത് 8 മക്കളാണ്. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ 8 മക്കളിൽ 2 പേര് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ഈശോയുടെ അടുത്താണ്. ഒന്നാമത്തെ ആള് അൽഫോൺസ ജോബി, അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. താഴെയുള്ള കുഞ്ഞുങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നത് അൽഫോൺസയാണ്. ഇളയ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഒരു പ്രത്യേക ഒരു കഴിവ് ദൈവം അവൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ മകള് ഹന്ന, അവൾ 2016 മെയ് 17 ജനിക്കുന്നത്. അവൾ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അവളുടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഇന്ന് വലിയൊരു കൃപയായിട്ട് കാണുന്നു. മൂന്നാമത്തേതായിട്ട് ഞങ്ങൾക്കുണ്ടായത് ഇരട്ടക്കുട്ടികളാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഓർക്കും, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേൽ കർത്താവ് ഇരട്ട മധുരം തന്നതാണ് എന്ന് ഞങ്ങളിങ്ങനെ ഓർക്കാറുണ്ട്. അവർ ജോക്കുട്ടനും ജോനാഥ് ജിയൻ. അഞ്ചാമത്തെ ആള് ജോസഫ് അന്ന തോമസ്, LKG പഠിക്കുന്നത്. ഞങ്ങളുടെ 6ാമത്തെ കുഞ്ഞ് ജോർജി അന്ന തോമസ്, അവന് 6 മാസമാണ് പ്രായം. എനിക്ക് തോന്നുന്നു അവനാണ് ഈ വീട്ടിലെ ഏറ്റവും ഭാഗ്യം ഉള്ള കുഞ്ഞും തോന്നുന്നു. കാരണം ഇത്രയും പേരുടെ പ്രത്യേക സ്നേഹവും കരുതലും അവന് ലഭിക്കുന്നുമുണ്ട്. ഇപ്പം ഇതാണ് എൻ്റെ കുടുംബം. മമ്മി, ഭാര്യ, 6 മക്കള്, കുഞ്ഞുവാവ ഉറങ്ങുന്നു. ഞങ്ങൾ വിവാഹിതരായിട്ട് 13 വർഷം കഴിയുമ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ നാളുകളിലെല്ലാം കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ നന്ദിയോടെ ദൈവം തന്ന ഒത്തിരി ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവിതം ഇത്രയും മുന്നോട്ട് പോയിട്ടുള്ളത്. ദൈവം തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ നന്ദിയോടെ ആയിരിക്കുകയാണ്. ഈ നാളുകളിലെല്ലാം സന്തോഷങ്ങൾക്കൊപ്പം ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങളതിനെല്ലാം തരണം ചെയ്തു. കർത്താവ് തന്നെയുള്ള കൃപയും അനുഗ്രഹവും തന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നും ഞങ്ങളുടെ കഴിവുകളല്ല, കർത്താവിൻ്റെ കരുണയാലെല്ലാം നന്നായിട്ട് നടന്നു. ഈ നാളുകളിൽ ഞങ്ങൾ ഓർക്കുന്ന 1-2 വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇതായിരുന്നു. ഇരട്ട കുഞ്ഞുങ്ങളായ GNAയും ജോക്കുട്ടനും ഉദരത്തിലായിരിക്കുന്ന സമയത്തുള്ളൊരു അനുഭവമാണ്. അവർ ഏതാണ്ട് 8.5 മാസമായപ്പോഴേക്കും ഡെലിവറിക്കുള്ള അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. ചെറിയൊരു അസ്വസ്ഥതയായിട്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡെലിവറി പെയിനാണ്, അതുകൊണ്ട് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള സമയമാണ്, 8.5 മാസമല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് ദിവസം NICU പോലുള്ള സൗകര്യങ്ങളിൽ വേണ്ടി വരുമായിരിക്കും എന്ന നിഗമനത്തിൽ ഡോക്ടർ ഞങ്ങളെ മറ്റൊരു ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ രാവിലെ നമ്മുടെ അടുത്തുള്ള ആശുപത്രിയിൽ, സാധാരണ ചെക്കപ്പ് നടത്തുന്ന ആശുപത്രിയിൽ ചെന്നു. അവിടെ നിന്നാണ് ഒരു ഇഞ്ചക്ഷനൊക്കെ തന്നവർ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയുന്നത്. രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്ര ഏതാണ്ട് വൈകുന്നേരം 4 മണിയോടുകൂടിയൊക്കെയാണ് എത്തുന്നത്. വളരെ പതിയെ അത്രയും ദൂരം യാത്ര ചെയ്ത് ഞങ്ങളെത്തി. അവിടെ അഡ്മിറ്റായി. പരിശോധനകളും ലാബ് ടെസ്റ്റുകളും എല്ലാം നടക്കുന്നു. എല്ലാം അതിൻ്റെ കൃത്യതയിൽ ചെയ്തതിന് ശേഷമാണ് ഡോക്ടർമാരൊരു തീരുമാനത്തിലെത്തുകയുള്ളൂ. നേരത്തെ ആയതുകൊണ്ടും 2 കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടുമൊക്കെ
അല്പം പ്രതിസന്ധി ഉള്ളതായിട്ട് അവർ പറയുകയും സിസേറിയൻ വേണ്ടി വരും എന്നുള്ള രീതിയിലേക്കൊക്കെ അവർ തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ സമയത്തെല്ലാം ടെസ്റ്റുകളൊക്കെ മുന്നേറുന്നു, അതിൻ്റെയൊക്കെ റിസൾട്ട് വരാനായി കാത്തിരിക്കുന്നു. അങ്ങനെ ലാബ് ടെസ്റ്റുകളൊക്കെ നടന്ന് ഒരു 8:30 ആയപ്പോഴേക്കും ഡോക്ടർ സിസേറിയൻ വേണമെന്നൊരു തീരുമാനം എത്തുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് മാത്രം വൈകിയതിനാൽ ഡോക്ടർ കത്തി താഴെ വെച്ച് ആ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്തേക്കും കർത്താവിൻ്റെ കരുണയാൽ സാധാരണ പ്രസവത്തിലൂടെ രണ്ടുപേരും പുറത്തു വരുമായിരുന്നു. ഒരുപക്ഷെ അന്ന് അത് സിസേറിയനായി നടന്നിരുന്നുവെങ്കിൽ പിന്നീട് മക്കളെ സ്വീകരിക്കുന്നതിന് വൈദ്യശാസ്ത്രം ഞങ്ങളെ തടസ്സപ്പെടുത്തിയാണ്. എന്തായാലും കർത്താവിൻ്റെ കരുണയാൽ അതും സാധാരണ പ്രസവമായി നടന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ കർത്താവ് മാനിച്ചു. അടുത്ത ദിവസം മുതൽ തന്നെ ആശുപത്രിയുടെ 1ാം നിലയിൽ നിന്ന് 4ാം നിലയിലുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനായിട്ട് നടന്ന് കയറിപ്പോകുന്ന രീതിയിൽ അമ്മയുടെ ആരോഗ്യത്തെ കർത്താവ് സംരക്ഷിച്ചു. ഈ നാളുകളെല്ലാം ഞങ്ങൾക്ക് സ്നേഹവും കരുതലും പിന്തുണയുമായി ധാരാളം ആളുകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് അമ്മ. ഈ നാളുകളിൽ മമ്മി ഞങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാടുകൾ അത് ഏറെ വിലമതിക്കേണ്ടതാണ്. കർത്താവ് പ്രതിഫലം കൊടുക്കട്ടെ. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളേറെ സ്നേഹത്തോടെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മമ്മി തന്നെയാണ്. അതിനുവേണ്ടി ഈ മമ്മി എടുത്ത സഹനങ്ങളും ധാരാളമാണ്. മമ്മിയോടൊപ്പം തന്നെ ഒത്തിരി പേര്, അച്ഛനായിട്ടുള്ള മൂത്ത ജ്യേഷ്ഠൻ, മറ്റേ ചേട്ടായി, ജിജോ മോൻ, എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. അങ്ങനെ ധാരാളം ആളുകളിലൂടെ കർത്താവ് ഞങ്ങളെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്ത ത്യാഗവും സ്നേഹവും സഹനവുമെല്ലാം ഒരുപക്ഷെ ഞങ്ങളെക്കാൾ അധികമാണ്. മമ്മിയുടെ കരുതലിലാണ് ഇപ്പോഴും മക്കൾ ഇത്രയും സന്തോഷത്തോടെ വളരുന്നത്. 6ാമത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഫസ്റ്റ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ അവർ ഒരു ഏജിൻ്റെ വിഷമതകൾ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഡെലിവറിയുടെ സമയത്ത് ചെറുതായിട്ടൊരു കോംപ്ലിക്കേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് പ്ലാസൻ്റ വരാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടായി. മാനുവലി റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അന്നേരം ഡോക്ടർ ഞങ്ങളോട് ഇനി പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. പ്ലാസൻ്റ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കാനിങ്ങിന് സ്കാനിങ് കഴിഞ്ഞപ്പം യൂട്രസിൽ എന്തോ ഒരു പ്ലാസൻ്റയുടെ ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണെന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞില്ല. എന്തോ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്, അത് എന്താണെന്നുള്ളത് പറയാതെ തൽക്കാലം ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പോൾ റിപ്പീറ്റ് സ്കാനിന് വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അത് ഒരു ചെറിയൊരു പോയിന്റിന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചും ഞങ്ങളെ പറഞ്ഞു വിട്ടു 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 1 മാസ കാലയളവിൽ ഞങ്ങൾ വീട്ടിൽ മക്കളും മമ്മിയും ചേട്ടാ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് വലിയൊരു കരുണ ഞങ്ങൾ അനുഭവിച്ചത് ആ ഒരു നിമിഷം ഉണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അന്ന് കണ്ട ഒരു സാധനം യൂട്രസിൽ മുഴുവനായിട്ട് മാഞ്ഞൊരു അനുഭവമാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സൗഖ്യത്തെക്കുറിച്ച്. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹവും കരുണയും ആണെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു. അത് ഡെലിവറിയുടെ സമയത്താണെങ്കിലും ദൈവത്തിൻ്റെ ഒരത്ഭുതം കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം എൻ്റെ കൂടെ ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മറ്റമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അതൊരു ചെറിയൊരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ നടത്താറുണ്ട്. ആ പ്രാർത്ഥന കൊണ്ടായിരിക്കണം എനിക്ക് എല്ലാ പ്രസവവും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സ്വീകരിക്കാനായിട്ട് തമ്പുരാൻ ഒരുക്കിയത്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ പുത്രിയാണ് അൽഫോൻസ. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഞങ്ങൾക്ക് തന്ന പൂവാണ്. ഇവള്
ഉണ്ടാവുന്നത് സമയങ്ങളിലൊക്കെ ഞങ്ങളൊരു സാധാരണ കുടുംബജീവിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫാത്ത മിനിസ്ട്രിയിലൊക്കെ വരുന്നതിന് മുൻപുള്ള സാധാരണ കുടുംബങ്ങളെ പോലെ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, അനുദിന പ്രാർത്ഥനകളുണ്ട്, അങ്ങനെ പോകുന്നൊരു ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു. എങ്കിലും കർത്താവ് ഏതൊക്കെയോ ചില ഭാഗങ്ങളിൽ നിന്ന് ചില ആത്മീയ മാറ്റങ്ങൾ നമുക്ക് തരുന്നതായിട്ട് തിരിച്ചറിയാൻ നാളുകളിൽ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. അവൾ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം, കുടുംബജീവിതത്തിൻ്റെ ചില ഉത്തരവാദിത്തങ്ങളെ ഗൗരവത്തോടെ കാണാൻ, കർത്താവ് ചില ശുശ്രൂഷകളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ച നാളുകൾ. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകവേ 2016 ഞങ്ങളുടെ അന്നമോൾ വരുന്നു. അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഉള്ളിലായിരിക്കുന്ന സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കുകയും ആത്മീയമായി ഞങ്ങൾ കുറേ കൂടെ വളരുന്നതിനുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്കൊരു പുസ്തകം കിട്ടുകയും എല്ലാ ദിവസവും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം ഇന്നും അവളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മീയ മേഖലയോടും കർത്താവിനോടും ഒരു പ്രത്യേക സ്നേഹം എല്ലാവർക്കും ഉള്ളതിനേക്കാൾ അല്പം കൂടുതലായിട്ട് അത് ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് അവൾക്ക് കൊടുത്തൊരു ദാനമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളുടെ GNIയും ജോക്കുട്ടനും ഇരട്ട കുട്ടികളാണ്. അവർ വന്നപ്പോൾ ജീവിതത്തിൽ ഞങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയായിരുന്നു. ഞങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹവും കരുതലും ഒരു വിളിയും, കൂടുതൽ മക്കളെ സ്വീകരിക്കാനായി കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നൊരു ബോധ്യം അവർ വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായത് ഞങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പിറവിയെടുത്ത സമയങ്ങളിലെ കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും നാളുകളിൽ പോലും കർത്താവിൻ്റെ കരുതൽ ഞങ്ങൾ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ 5ാമത്തെ മകൻ ഇവൻ വരുന്നത് 2021. സന്തോഷകരമായ ദാമ്പത്യം അങ്ങനെ മുന്നോട്ട് പോകുന്നു. മക്കളെ സ്വീകരിക്കാൻ ഞങ്ങളെപ്പോഴും തയ്യാറാണ്. കർത്താവ് അത് കൃത്യസമയത്ത് തന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷകരമായ ജീവിതത്തിൽ അവൻ വരുന്നതിൻ്റെ ഭാഗമായിരിക്കും. ഗർഭാവസ്ഥയിൽ ധന്യഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ വീട് പണിയുടെ വലിയൊരു അത്ഭുതം ആരംഭിക്കുക. പുതിയൊരു വീട് എന്ന ചിന്ത ഞങ്ങളിൽ ആർക്കും ഇല്ലാതിരുന്ന സമയത്ത് ചില ആളുകളിലൂടെ അതിൻ്റെ ചിന്തകളും ആശയങ്ങളും വരുന്നു. 2020 നവംബറിൽ വീട് പണി ആരംഭിക്കുന്നു. 2021 ജോസഫ് വരുന്നു. വീട് പണി തീരുന്നതിന് മുമ്പ് തന്നെ ജോസഫ് ഉണ്ടായി. 2023 വീട് പണി പൂർത്തീകരിച്ച് ആ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ജോർജി അന്ന തോമസ്. അവൻ വരുമ്പോഴേക്ക് അവൻ ഉദരത്തിലായിരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്കൊരു ചെറിയ വാഹനം തരികയാണ്. ഒരു ചെറിയ കാറ് വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കിയതും വലിയ അത്ഭുതത്തോടെ കാണുകയാണ്. ഈ സമയത്ത് ഓർക്കേണ്ടത്, ഇരട്ട കുട്ടികളാവുന്നതുവരെ ആശുപത്രിയിൽ പോകുന്നതൊക്കെ ഞങ്ങളുടെ 2 വീലർ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും പലപ്പോഴും ഒരുമിച്ച് പോകേണ്ട സാഹചര്യങ്ങളിൽ ആളുകളുടെ എണ്ണം കുറച്ച് 1, 2, 3, 4 പേര് വരെയൊക്കെ 2 വീലർ പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് കർത്താവ് 6ാമൻ വരുമ്പോഴേക്ക് ഒരു കാറൊക്കെ തന്ന് അനുഗ്രഹിക്കുന്നത്. അത് ഞങ്ങളിന്നും നന്ദിയോടെ ആയിരിക്കുന്നു. കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും കണ്ണു നിറയും. വല്യമ്മയില്ലാതെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ പോയാലും ചോദിക്കും, അമ്മ എങ്ങോട്ടാ എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ്. ടിൻസിലെ മൂത്തമോൻ ജോമോൻ കുട്ടനാണ് എൻ്റെ കൂട്ടത്തിൽ അന്ന് മുതലേ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനിപ്പോഴും എന്നോട് പിരിഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകണം. ഒരു കുഴപ്പമില്ല. മരുമകളാണെങ്കിലും നല്ല സന്തോഷവതിയാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നോക്കി നല്ല കൃത്യമായിട്ടെല്ലാം ചെയ്യും. നല്ല ഇടപെടലും പെരുമാറ്റവും ഒക്കെയാണ്. എനിക്ക് പെൺമക്കളില്ലെങ്കിലും ഒരു പെൺകുട്ടിയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ജോബിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാം കൃത്യമായി ചെയ്ത് എന്നെ കാര്യമായിട്ട് നോക്കി
പോകുന്നു. കുഴപ്പമൊന്നുമില്ല. ഇത്രയും നല്ലൊരു ജീവിതം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അല്ലാതെ ഇപ്പം ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, എല്ലാം ദൈവം നടത്തുന്നു, ദൈവം പരിപാലിക്കുന്നു. നാടുകളിലെ അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും ഒത്തിരി പേര് ഞങ്ങളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മമ്മിയുണ്ട്, പപ്പ, ധന്യയുടെ അമ്മ, അപ്പൻ, അളിയൻ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് വേറൊരു ലെവലിലാണ്. കുഞ്ഞുങ്ങളോടുള്ള അവൻ്റെ സ്നേഹവും കരുതലും ഒരു പ്രത്യേക രീതിയിലാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ, അച്ഛൻ, അങ്ങനെ ധാരാളം ആളുകൾ, കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലാം ധാരാളം ആളുകൾ നമ്മളെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തു. സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകളെ നോക്കിയാലും ധാരാളം പേര് നമ്മളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടെങ്കിലും ഒത്തിരി പേര് നല്ല കാര്യമാണ് എന്ന് പറയുന്നവർ തന്നെയാണ്. ഒന്ന് രണ്ടിടങ്ങളിൽ നിന്ന് ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നിയെങ്കിലും അവർ അത് കാര്യമായിട്ടൊന്നും പ്രകടിപ്പിക്കാതെ നമ്മളോട് വലിയ എതിർപ്പൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് ഇപ്പോഴവർ തിരിച്ചറിയുന്നു ഇത് തന്നെയാണ് നല്ല വഴി എന്നൊരു സാഹചര്യമാണുള്ളത്. കാര്യമായിട്ട് നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അത് നമ്മൾ തിരഞ്ഞെടുത്തൊരു വഴിയാണ്. അവർക്ക് ആദ്യം അതിന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവർ ചിലതൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നീട് ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളെ പിന്തുണയ്ക്കുന്നവരാണ് ഏറെ പേരും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളോടൊപ്പമുള്ളൊരു സന്തോഷം, അത് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വേറൊരു വൈബാണ്. ഇവരില്ലായിരുന്നെങ്കിൽ കുടുംബത്തിലും സമൂഹത്തിലും ഒരുപക്ഷെ ഞങ്ങളുടെ മുഴുവൻ കുടുംബങ്ങളിലും ഇത്രയും സന്തോഷം ഉണ്ടാകുമായിരുന്നില്ല. ഇവരുടെ കളികളും ചിരികളും വികൃതികളും കുസൃതികളും ഒക്കെയാണ് ഇന്ന് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. കുഞ്ഞുങ്ങളോടൊപ്പമുള്ള സന്തോഷത്തിൻ്റെ ഒരനുഭവം പറഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പുറത്തു പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് തിരിച്ചു വന്ന സമയങ്ങളിൽ ആകുലപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവരാറ് പേര് ഓരോ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് ഓരോ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ഓരോരുത്തരുടെ അസ്വസ്ഥതകളായിരിക്കും ചിലപ്പോൾ പറയുക, ചിലപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം. നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു മൂഡല്ല എങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ നമ്മൾ വേറെ ലെവലിലേക്ക് മാറുകയാണ്. നമ്മുടെ അതുവരെയുള്ള എല്ലാ അസ്വസ്ഥതകളും മാറുന്നു. പിന്നെ അവരെ പോലെ കളിക്കുന്നു, ആനകളി, സാറ്റുകളി, ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് മാറുന്ന ഒരു അനുഭവം, അത് ഈ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് മക്കൾ കൂടുതലുണ്ടെങ്കിൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും 4 ഭാഗങ്ങളിൽ നിന്ന് 5 ഭാഗങ്ങളിൽ നിന്ന് 6 ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് അപ്പ എന്നും അമ്മ എന്നും വിളി കേൾക്കുന്നത്. അതുതന്നെ പോരെ, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് അത് തന്നെ ധാരാളം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരാൾ വിളിക്കുന്നതും 6 പേര് ഒരേ സമയം അപ്പ എന്ന് വിളിക്കുന്നതുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ മറ്റൊരു മേഖലയാണ്. കർത്താവിന് നന്ദി പറയുകയാണ് ഇതെല്ലാം ഓർക്കുമ്പോൾ. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിനെ ആശ്രയിച്ച് അതിനെല്ലാം തരണം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കി. ഓരോ സമയങ്ങളിലെയും പ്രതിസന്ധികളിലൂടെ ഞങ്ങളെ ഒരുക്കി വാർത്ത് കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് ജീവിച്ച് എല്ലാം ദൈവമഹത്വത്തിനായി സ്വീകരിച്ച് മക്കളെ സ്വീകരിച്ച് കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഇവരെല്ലാം വളർത്തുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച ആ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ഈ സമയം നന്ദി പറയുകയാണ്. എല്ലാ മഹത്വവും കർത്താവിന്. ദൈവമേ നന്ദി. ഇഷ്ടം